ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ഡയറി മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡയറി മിൽക്ക്. പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവറിലും ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഉള്ളിൽ നട്ട്സൊക്കെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നല്ല, ഇപ്പോൾ ഈ കൊറോണ കാരണം നമ്മുടെ കുട്ടികളുടെ സ്കൂളും പഠിത്തവും ഒക്കെ ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിത്തത്തിൽ വരുന്ന ബുദ്ധിമുട്ടും കൂടിക്കൂടി വരികയാണ്. നമ്മൾ മെയിൻലി കണ്ടുവരുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെയാണ് ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഒരു പാരന്റ് എന്ന നിലക്ക് കുട്ടികളെ ഈ കാര്യത്തിലൊക്കെ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. Learndeck എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. അപ്പോൾ ഒരു നോർമൽ ട്യൂഷൻ സെന്ററിൽ നിന്ന് Learndeckനെ ഡിഫറെന്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെറുതെ കുറെ എന്തെങ്കിലും പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റം മാറ്റി വെച്ചിട്ട് ഇവരാദ്യം കുട്ടിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കും. അതായത് എങ്ങനെയാണോ അവനെ പഠിപ്പിക്കേണ്ടത്, എന്താണോ അവനക്ക് വേണ്ടതെന്ന് ആദ്യം ഇവർ മനസ്സിലാക്കിയിട്ട് അവന് വേണ്ടിയിട്ട് ഇവരൊരു സിലബസ് പ്രിപ്പയർ ചെയ്യും. ഓരോരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ സിലബസ് ആണ് ഇവർ റെഡിയാക്കുന്നത്. പിന്നെ അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത്. നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ കണ്ടുവരുന്നത് ഫസ്റ്റ് ഡേ തന്നെ കുട്ടീനെ ക്ലാസ്സിൽ കയറ്റിയിരുത്തും. അങ്ങനെ പിന്നെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഉണ്ടാവല്. പക്ഷേ ഇവിടെ നേരെ ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റത്തെ ദിവസം തന്നെ ഇവരൊരു അസസ്മെന്റ് ടെസ്റ്റ് കൊടുക്കും. അതിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, പിന്നെ മാത്സ് എല്ലാ സബ്ജക്റ്റും പെടുന്ന ഒരു അസസ്മെന്റ് ടെസ്റ്റ് കൊടുത്തിട്ട് കുട്ടീൻ്റെ നിലവാരം അതിൽ നിന്ന് അവർ മനസ്സിലാക്കും. അതിനുശേഷം അവർ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ട് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇവരുടെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ് ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു കോഴ്സ് കഴിയുന്നവരെ ഈ ടീച്ചറെ കുട്ടിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടാവും. പിന്നെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും എല്ലാ സബ്ജക്ട്സിലും ഇവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും നമുക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് ഇവർ ക്ലാസ്സസ് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്പറും ഇമെയിൽ ഐഡിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഹെൽപ്ഫുൾ ആണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വീഡിയോ കോൺഫറൻസിംഗ് ആപ്പുകളുടെ സഹായത്തോടെ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ലേൺഡെക്കിലെ പ്രഗത്ഭരായ ട്രെയിനർമാർ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഉത്തമ സുഹൃത്തായി കൂടെയുണ്ടാകും. കൃത്യമായ അസസ്മെന്റ് ടെസ്റ്റുകളിലൂടെ കുട്ടികളെ വിലയിരുത്തി പഠനത്തിനാവശ്യമായ രീതിയിൽ 10 മുതൽ 20 ദിവസത്തെ കൃത്യമായ ടൈം ടേബിൾ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്ലാസുകളിലൂടെ കുട്ടികളെ അവരുടെ പരിമിതികൾ മറികടക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികളാണ് Learndeck ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ പഠനത്തിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അടങ്ങിയ ഒരു കിറ്റ് പോസ്റ്റൽ വഴി ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എത്തിച്ചു നൽകുന്നു. Learndeck for the creative innovators of tomorrow. For more details, phone 7025937492. WhatsApp 9747006100. അപ്പോൾ ആദ്യം മിക്സിൻ്റെ ഏറ്റവും ചെറിയ ജാർ എടുക്കുക. ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽക്കായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. 4 ടേബിൾ സ്പൂൺ തന്നെ ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോണത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ലൈറ്റ് ഒരു മീഡിയം കളറുള്ളതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഡാർക്ക് ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ തന്നെ മതിയാവും. എന്നിട്ട് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിലാണ് നമുക്കിതിൽക്കായിട്ട് ആവശ്യമുള്ളത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. ഏതെങ്കിലും ഒരു ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഓയിൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കൊരു ഇത്തിരി വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിലുള്ള ആ കൊക്കോ പൗഡറൊക്കെ ഇത്തിരി ഒരു ഗ്രെയിനി ആയിട്ടാണ് ഉണ്ടാവുക. അതൊക്കെ നല്ലോണം പോയിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ കുറവായിട്ട് ഇത് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് സെറ്റ് ആവുമൊന്നുമില്ല. ഇങ്ങനെ ലൂസായിട്ട് തന്നെ നിൽക്കും. അപ്പം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി രൂപത്തിലാണ് നമുക്ക് കിട്ടുക.
ഇനി നമുക്ക് ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മോൾഡ് വേണം. ഇതിപ്പോൾ എനിക്ക് വൈഗ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവർ അയച്ചു തന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ, നമ്മൾ കേക്കിൻ്റെ മേലൊക്കെ ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മോൾഡും ഉണ്ട്. അപ്പം വൈഗ സ്റ്റോഴ്സിൽ ഇത് മാത്രമല്ല ഡ്രസ്സും ഉണ്ട്, പിന്നെ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം അവൈലബിൾ ആണ്. വേറെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അവരുടെ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ മിക്സ് എടുത്തിട്ട് ആദ്യം വലിയ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ആ ചെറിയ മോൾഡിൽക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞതിരുന്ന് ഓയിൽ 1 ടേബിൾ സ്പൂണൊക്കെ കൂടുതൽ ഒഴിക്കാം കേട്ടോ. അതിലും കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം സെറ്റായിട്ട് കിട്ടൂല. ഇത് സെറ്റാവാതെ അതേപോലെ തന്നെ ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നോക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ സെറ്റാവാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ മെഷർമെൻറ്റ് തന്നെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സെറ്റാവും, ഉറപ്പ് പറയാണ്. അതിൽ കൂട്ടി അല്ലെങ്കിൽ കുറവൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് സെറ്റാവാതിരിക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാത്തിലും ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ വെക്കുക. പിന്നെ ഇതിൻ്റെ ഡാർക്ക് കളർ നോക്കണ്ട, ഇവിടെ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കാരണം ഒരു വേറെ കളറായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. സെറ്റ് ആകുമ്പം ഇതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് കളറായിട്ടാണ് ഇതുണ്ടാവുക. അങ്ങനെ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി കുറച്ചൊന്ന് ലൈറ്റായിട്ട് വന്നേനെ കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ കാണിച്ചതിനേക്കാളും ലൈറ്റ് ചെയ്യുന്നു ശരിക്കും, പക്ഷേ വീഡിയോയിൽ ഭയങ്കര ഡാർക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇതാ ലൈറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കുറച്ചൊരു ഡാർക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്കറിയില്ല അതെന്താ അങ്ങനെ പറ്റിയത് എന്നുള്ള. പിന്നെ ഇടയിലായിട്ട് ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്ത ആ ഭാഗത്ത് വേറൊരു കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഫസ്റ്റ് ടൈം ഒഴിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇനി നമുക്കിത് ഈ മോൾഡിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഡയറി മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ ക്രാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ ഫ്ലേവർ ഉണ്ടല്ലോ, അതിലിങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ആ സംഭവം നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഒരു പൊരി പോലത്തെ ഒരു സാധനം അതിട്ട് കൊടുത്തിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനെ കഴിക്കാനായിട്ട്. ഇതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്